Hi guys! Hi everyone and welcome to Comedy Masters. Comedy Masters ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും നമ്മൾ വ്ളോഗിംഗ് ആയിട്ട് ചെയ്ത് തുടങ്ങാൻ പോവുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളിതാ ഇവിടെ ഒരു വീഡിയോ ഒക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നത്. നമ്മൾ എല്ലാവരും ഓരോരുത്തർ ഇങ്ങനെ ഓരോ വ്ളോഗ്സുമായിട്ട് വരുന്നതായിരിക്കും. സോ ഇനി എല്ലാം അമർത്തേക്ക് താഴെ വെച്ചോ, ഇല്ല കൈ ഇന്ന് കഴച്ച് വയ്യാണ്ടായി. പിന്നെ ഇനി കുട്ടി ഇവിടെ നിൽക്കൂ. പ്രമാണിയാണ് പോലും, പ്രമാണി കൂട്ടത്തിൽ ഏറ്റവും അലമ്പ്. Why not? എന്തോ ചാനൽ തുടങ്ങേണ്ട. അതെ, നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ ആദ്യം തന്നെ ഒരു വീഡിയോ കാണിച്ചു തരാം. ആ വീഡിയോയിൽ തന്നെ നമുക്ക് തുടങ്ങാം. Okay. നാളെ ഞങ്ങള് ഗുരുവായൂർ പോവല്ലോ. ഗുരുവായൂരോ? എന്തിനാ? ചോറൂണ. ചോറുണോ? സൂര്യമോളില്ലേ എന്റെ അനിയത്തി, അവളെ ഉണ്ടല്ലോ. ഞങ്ങൾ ഗുരുവായൂരുണ്ടോ, എന്നിട്ട് അവിടെ വെച്ച് ചോറ്. നിങ്ങളുടെ വീട്ടിൽ ചോറില്ലേ? എന്തിനാ അവിടെ കൊണ്ടുപോന്നെ? വീട്ടിൽ ചോറുണ്ട്, എന്നാലും ഗുരുവായൂർ പോകും. അവിടെയാണ് സൂര്യമോളുടെ ചോറും. എവിടെയാ ഗുരുവായൂർ? ഒത്തിരി ദൂരെ 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 ദൂരെ. പോലീസിന്റെ പോസ്റ്റായിരുന്നു. അതെ അതെ, ഇത് ട്രോള്. പക്ഷെ മറ്റേ ആ വീഡിയോയിലെ ആ കുട്ടി സത്യം, സ്പെഷ്യലി ആ സെന്ററിൽ ഇരിക്കുന്ന ആ കുട്ടി, കൊച്ചിന്റെ പേരറിയോ എന്നാന്ന്? എല്ലാരും ഫോർവേഡ് ചെയ്ത് കണ്ടൊരു സാധനമാണ്. എനിക്ക് ഒരുപാട് പേര് ഞാൻ പണ്ട് മുതലേ നോബിയുടെ സ്റ്റേജ് പെർഫോമൻസ് ഒക്കെ കണ്ട് വന്നിട്ടുള്ള ആളാണല്ലോ. കറക്റ്റ് പണ്ട്, ഇപ്പൊ ആണ് താടിയൊക്കെ വെച്ചിട്ട് വേറെ ഇതായി. പഴയ നോബിയുടെ ഉണ്ട്, ക്ലീൻ ഷേവും ഇതുപോലെ മൂക്ക് തുറന്ന്. എന്നാലും ആ കുട്ടി ഭയങ്കര നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആ കൊച്ചിനെ മാത്രല്ല, കൂടെയുള്ള അവര് ബാക്കിയുള്ള രണ്ടുപേരും നന്നായിട്ട്. ബ്ലോഗ് തന്നെ ഒരു നല്ലൊരു ബ്ലോഗാണ്. അപ്പോഴേ നമുക്ക് ബ്ലോഗിംഗ് ഞാൻ ക്ലീൻ ഷേവിൽ വരണോ? അല്ല, ഉടനെ അത് പടത്തിന് വേണ്ടിയിട്ടാണ് ക്ലീൻ ഷേവ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് എടുക്കാം. പക്ഷെ 3 ദിവസം കൊണ്ട് വളഞ്ഞു. അത് കുഴപ്പമില്ല. ഞാൻ പെട്ടി തുറക്കാൻ പോവാണേ. നീ നിന്റെ തത്ത എടുത്തിട്ട് ചീട്ടെടുപ്പില്ലേ? ചീട്ടല്ല, പെട്ടി തുറക്കാൻ പോവാണ്. ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞാല് വ്ളോഗിംഗ് ചെയ്യാം. അതായത് സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ നമ്മൾ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഓരോ സെഗ്മെന്റ് നമ്മൾ നോക്കുമ്പോഴും എല്ലാത്തിനും ഉണ്ട്. ലൈഫ് സ്റ്റൈലിലുണ്ട്, ഓട്ടോമൊബൈലിനുണ്ട്, ഫാഷൻ ഉണ്ട്, ട്രാവൽ ഉണ്ട്, ഫുഡ് ഉണ്ട്, കോമഡി ആയിട്ടുള്ള ഒരു കണ്ടന്റ് ഉണ്ട്. അങ്ങനെ ഓരോന്നിനും ഓരോ കണ്ടന്റ് ഉണ്ടല്ലോ. മോട്ടിവേഷണൽ കണ്ടന്റ് ഉണ്ട്. സോ ഐ തോട്ട് നമുക്ക് ഇവിടെ ഓരോരുത്തർക്കും ഓരോ റോൾ കൊടുക്കാം. ലെറ്റ് ദം ഡു ഇറ്റ് വ്ളോഗിങ്ങിന്. എനിക്ക് എന്റെ ഒരു കോൺസെപ്റ്റിലാണെങ്കിൽ ശ്വേതാജി ഞാൻ പറയട്ടെ, എനിക്ക് തോന്നുന്നത് എന്താ അറിയോ, നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതൽ മോട്ടിവേഷൻ പറ്റുന്ന ഒരു വ്ളോഗിങ് ചെയ്യാൻ പറ്റുന്ന ഒരാളെന്ന് പറയുന്നത് ഡയാന. അക്സെപ്റ്റ് ചെയ്യുന്നോ? നല്ല അർത്ഥവത്തായ അപ്പൊ നമുക്ക് ഡയാനയിൽ നിന്ന് ആദ്യം തുടങ്ങാം. ശരി, അപ്പം എന്തായാലും ഡയാന എങ്ങനെയാണ് വ്ളോഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? മോട്ടിവേഷണൽ ചെയ്തിട്ടില്ല, വ്ളോഗ് ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. മോളെ, മോട്ടിവേഷൻ ആണ്, മോഷണമല്ല. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ലോകം അല്ലെങ്കിൽ നമ്മുടെ ജീവിതം എപ്പോഴും ഉയരത്തിലെത്തണമെന്നാണെങ്കിൽ നമ്മൾ ആദ്യം നമ്മൾ ചുറ്റുമുള്ള ഉയരത്തിലെത്തണമെങ്കിൽ അത് കമന്റിൽ ചോദിച്ചാൽ മതി. നമുക്ക് കമന്റ് എഴുതാം. എന്താ ചേച്ചി ഇത്? നമ്മുടെ ജീവിതത്തിന് എപ്പോഴും അഭിവൃദ്ധി വരണമെന്നാണെങ്കിൽ ആദ്യം നമ്മുടെ ചുറ്റുമുള്ളവരുടെ ജീവിതം ഉയരത്തിലെത്തിക്കാൻ സാധിക്കണം, അതിന് ശ്രമിക്കണം. ആ ഒരു യാത്രയിൽ, ആ ഒരു പരിശ്രമത്തിന്റെ യാത്രയിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ജീവിതം കൂടുതൽ സുന്ദരമാകുന്നു. ഡയാന ചേച്ചി ഫാൻസ്. നമ്മുടെ പരിശ്രമങ്ങൾ എല്ലാവരും എനിക്ക് എന്തും ഈ മോട്ടിവേഷൻ കേൾക്കാമല്ലോ. ഹലോ നമ്മുടെ നേട്ടങ്ങളെ എല്ലാവരും അംഗീകരിക്കുന്നു, കാണുന്നു. പക്ഷേ നമ്മൾ പരിശ്രമങ്ങളെ ആരും കാണുന്നില്ല. ശുഭദിനം. ശ്രീവിദ്യ ഫാൻസ് ഫ്രം കാസർഗോഡ്. ഒരു മിനിറ്റ്, ആരെയും കോപ്പി അടിക്കുന്നില്ല എന്ന് പറഞ്ഞ ചേച്ചി ശുഭദിനം പറഞ്ഞു. എല്ലാരും പറയുമല്ലോ ശുഭദിനം. എന്റെയൊക്കെ അമ്മയൊക്കെ വാട്സപ്പ് തുടങ്ങിയ സമയത്ത് മുതൽ ആ പൂവൊക്കെ വെച്ചിട്ട് ആ ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്തത് ശ്രീവിദ്യയുടെ അമ്മയാണ്. ശുഭദിനം. ഞാൻ കമന്റ് എഴുതാണ്. ആക്ച്വൽ കണ്ടന്റ് ആഫ്റ്റർ 27 മിനിറ്റ്. ഇതിലേക്കുള്ള യാത്രയിൽ നിങ്ങൾ ആരും മടിച്ചു നിൽക്കരുത്. പോകുന്ന വഴിയിൽ കല്ലും മുള്ളും തടസ്സങ്ങളും ഒക്കെ കാണും. എന്നാലും വഴിയിൽ നിങ്ങൾ കാത്തിരിക്കുന്നത് മധുരമായ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരം മാത്രമാണ്. ശുഭദിനം. ചേച്ചി ഇന്നലെ ലുലു മാളിൽ കണ്ടല്ലോ. രാത്രി 12:30 വീഡിയോ എടുത്തിട്ട് ശുഭദിനം. ഡയാനയുടെ യൂട്യൂബ് ചാനലിന്റെ പേര് കേട്ടോളൂ പ്രിയ സുഹൃത്തുക്കളെ. വചനങ്ങൾ. വചനങ്ങൾ. ഇത് വാട്സ്ആപ്പ് ഗ്രൂപ്പാ. ശരി, നമുക്ക് അടുത്ത യൂട്യൂബ് ചാനല് നമുക്ക് അഖിലിന്റെ
അഖില് ശരിക്കും പറഞ്ഞ ഒരു ട്രാവൽ ബ്ലോഗറാണ്, ഒപ്പം തന്നെ ഫുഡ് ബ്ലോഗറുമാണ്. ഞാൻ ഇന്ന് ഇവിടെ ഫുഡ് ബ്ലോഗിങ്. ആ ശരി, അതാ ഫുഡ് ബ്ലോഗിങ്. ഓക്കെ, അപ്പൊ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന സാധനം കോമഡി മാസ്റ്റേഴ്സ്. നീ പെട്ടെന്ന് നമ്മള് ഉണ്ടാക്കടാ. അതിനാദ്യം നമ്മള് ചീനിച്ചട്ടി എടുത്ത് സ്റ്റൗവിലോട്ട് വെക്കുക. എന്നിട്ട് ഈ ലൈറ്റർ എടുക്കുക. ഇതിന്റെ പേരാണ് അനൂജ് രാമചന്ദ്രൻ. ഓക്കെ ചേട്ടാ, ആരാ ഈ അനുജിന്റെ നമ്പർ കിട്ടുമോ ചേട്ടാ? അനൂജന്റെ കമന്റ് ഒന്നിട്ട് അയാളുടെ പുള്ളിയുടെ ഭാര്യയോട് ചോദിച്ചാൽ മതി. നേരെ ഇതൊക്കെ എടുക്കുക. ഇതെടുത്ത് നല്ല ചൂടോടുകൂടിയെങ്കിൽ ലൈറ്റ് ലാമ്പ് ചെയ്യുക. അപ്പൊ ഇത് ജസ്റ്റ് ചൂടാവൂ ചേട്ടാ. അല്ല, ഇത് ചൂടോടുകൂടി അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോ ഇതിലേക്ക് നമ്മൾ ജസ്റ്റ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ചേട്ടാ, ക്യാമറാമാൻ വെളിച്ചെണ്ണ കാണിക്കുന്നില്ല, ചട്ടിയിലേക്ക് ആ വെളിച്ചെണ്ണയുടെ പേരാണ് ക്യാമറമാൻമാർ. ഓക്കെ, അതിലേക്ക് നമ്മൾ ആദ്യം ഇടേണ്ട ഇത് ചൂടായിട്ട് വരുമ്പോ നേരെ എനിക്ക് ഡയാന മോട്ടിവേഷൻ ഒന്ന് ചൂടാക്കി തരുമോ? അതിലേക്ക് വരും. തേങ്ങ ഡയാന മോട്ടിവേഷൻ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേക്കും. അത് ചെയ്യാതിരിക്കാതെ ഇതിലോട്ട് ഇടുന്നുണ്ട്. ആദ്യം ഇതിൽ നേരെ കടുകായിട്ടുള്ള എലീന പഠിക്കുന്നത് നമ്മൾ വാരി എടുത്തങ്ങോട്ട് ഇടുക. ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യം, കടുക് പൊട്ടിത്തെറിക്കും. ചേട്ടാ, എത്ര ഗ്രാം ഇടണം കടുക്? അത് ഇതിനളവില്ല. അത് എഡിറ്റർമാരാണ് തീരുമാനിക്കുന്നത് എലീന പഠിക്കുന്ന അളവ്. അല്ല, ഈ കടുക് പൊട്ടിത്തെറിക്കോ? ഈ കടുക് പൊട്ടിത്തെറിക്കും. പക്ഷെ ഒരുപാട് ചൂടാക്കരുത്, കാരണം പൊട്ടി തെറിപ്പിച്ച് ഇവിടെ മൊത്തം വിഷയം. അതിട്ട് നമ്മൾ ജസ്റ്റ് ചൂടായി വരുമ്പോ അതിലേക്ക് നല്ല ടേസ്റ്റ് ഉള്ള എല്ലാ ആഹാരത്തിലും നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് കറിവേപ്പില. ഇവിടെ നോബി മാർക്കോസ് കറിവേപ്പില എടുത്ത് അതിലോട്ട് ഇടുക. എല്ലാ ആഹാരത്തിനും ടേസ്റ്റ് ഉണ്ടാവണോ? നോബി മാർക്കോസ് എന്നിട്ട് ലാസ്റ്റ് ഡൈനിങ് ടേബിളിന്റെ മൂല എടുത്തിടാനല്ലേ അത്. എന്നിട്ട് നേരെ ഈ കടുവ ഇതും കൂടി ഇട്ട് ഒന്ന് വരണ്ട് വരുമ്പോഴത്തേക്കും അതിലേക്ക് വരണ്ട് വരുമ്പോഴത്തേക്കും ഇതെല്ലാം തെറ്റിക്കാൻ വേണ്ടി ഒരു വിധത്തിലാണ് ഇത് വരണ്ട് വരുമ്പോഴത്തേക്ക് മാമി മെസ്സേജ് മാമന്റെ നമ്പർ ഇട്ടോ. മാമി ഞാനും മാമനും കല്യാണം കഴിച്ചില്ല, സ്റ്റിൽ ബാച്ചിലേഴ്സ്. ഓക്കെ, അതങ്ങോട്ട് വേണ്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ നേരെ അതിലോട്ട് ഇത്തിരി മണ്ടത്തിന് ഭാഗത്ത, അതായത് ഇത്തിരി ഇത് മനസ്സിലാവാത്ത ഒരു വിഭവമാണ് ഇതിനകത്തോട്ട് ഇടേണ്ടത്. ഈ വിഭവത്തിന്റെ പേര് ശ്രീവിദ്യ മുല്ലശ്ശേരി. ഇത് ചില സമയത്ത് പറയുന്നത് അത് കുറച്ചിട്ടാ മതി, അല്ലെങ്കിൽ അടി പിടിക്കും. അത് കുറച്ചിട്ടേ ഇങ്ങനെ, അത് കുറെ കൂടെ ഉണ്ടെങ്കിൽ ഈ എന്റെ ഡിഷേ തകർന്നു പോയത്. അതങ്ങോട്ട് ഇട്ട് ജസ്റ്റ് ഇടണം. പേടിക്കണ്ട, ഈ വിഭവം ഇല്ല, ഈ സാധനം ഇത് സൈഡിൽ കിടന്നോളും. പിന്നെ നമുക്കിതിന് പെട്ടെന്ന് ശ്രദ്ധിക്കേണ്ടത് എണ്ണേരെ ഏതെങ്കിലും സൈഡിൽ കിടന്നത് ഈ മൂക്കണമെങ്കിൽ മൂക്കും, മൂത്തില്ലേലും കുഴപ്പമില്ല. പക്ഷെ എന്തെന്ന് പറഞ്ഞാൽ ഇത് അവസാനമാകുമ്പോ ഈ സൈഡിൽ എവിടെ കാണും. അതങ്ങോട്ട് ഇട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കുമ്പോഴത്തേക്കാണ് ഇതില് നമ്മൾ സാധാരണ ഈ ഡിഷിന് നമ്മൾ ഇതിന് ഇതിന് ചേരുവോ ഇല്ലേ എന്ന് നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും. പക്ഷെ ഈ സാധനത്തിന് ഇത് ചേരും. അതിന്റെ പേരാണ് ഡയാന ഹമീദ്. അത് കുറച്ചിട്ടാ മതി, ഉറക്കം വരും. അത് കൂടിയ ഉറക്കം വരും. ഇത് സത്യത്തിൽ ഈ ഡിഷിന്റെ സൈഡിൽ ഇതിൽ കിടക്കുന്ന ഒരു വിഭവമായിട്ടും ബന്ധമില്ലാതാണ് സൈഡിൽ കിടന്ന് തിളയ്ക്കുന്നത്. പക്ഷേ നിങ്ങൾ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല, ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ്, അർത്ഥവത്തായ രുചിയാണ്. പിന്നെ ഈ സാധനം നമ്മൾ കഴിക്കുമ്പോൾ ഇത് കയ്പാണോ മധുരമാണോ പുളിപ്പാണോ ഇല്ലേവരും എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ ഈ സാധനത്തിൽ ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനം. ഇതിട്ടെല്ലാം ഒന്ന് ഇത് കഴിയുമ്പോഴാണ് ഒന്നിനും വേണ്ടാത്തൊരു അഖിൽ അവിടെ കിടക്കുന്നത്. അതിനെന്ത് ചെയ്യണം? ഒന്നിനും വേണ്ടാത്തല്ല, ഒന്നിനും വേണ്ടാത്ത വാഴ മുട്ടി ഇടാൻ വെച്ചേക്കണം. ഇനിയാണ് ഇതിന്റെ അടുത്ത് ഏറ്റവും ടേസ്റ്റ് ഉള്ള സാധനം എന്ന് വെച്ചാൽ കുട്ടിയെങ്കിൽ കുറച്ച് ഇടറോളൂ. നിങ്ങളുടെ എല്ലാ സംഭവത്തോടു കൂടി ഞാൻ കുട്ടിയെങ്കിൽ കുറച്ചിടുവാണ്. ആർക്കും ഒരു ശല്യവും ഇല്ല, മര്യാദയ്ക്ക് ആ സൈഡിൽ കിടന്നോളും, ഒരു പ്രശ്നമില്ല. ഇത്ര ഇട്ട് വരട്ടി ഇച്ചിരി കുറച്ച് ഗെയിമുകള്, പിന്നെ കുറച്ച് പിള്ളേരുകൾ, പിന്നെ കുറെ നമ്മുടെ സീനിയർ ആയിട്ടുള്ള കൊമേഡിയന്മാര് എല്ലാം കൂടി മിക്സ് ചെയ്ത് തിളച്ചു വരുമ്പം ഒരു സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ ഏറ്റവും ഭംഗിയാവുന്ന എപ്പോഴാണെന്ന് അറിയാം? അതിന് ഏറ്റവും കൂടുതൽ രസം തരുന്നത് ഉപ്പാണ്. അതല്ലേ പറയാൻ വന്നത്. അതവിടെ കട്ട പിടിക്കും ഉപ്പ്. ഇതിന്റെ ഉപ്പാണ് പായസം അല്ലേടാ ഈ പരിപാടിയുടെ പോവാന്ന് പറഞ്ഞാണ് ഞാൻ ഇവിടെ. വിജയ മാമ നിങ്ങളോ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? ഇതില് ഇനി ഇത് നല്ല ടേസ്റ്റ് ആവണമെങ്കിൽ ഇതില് ശ്വേതാ മേനോൻ എടുത്ത കിടണം.
എന്നിട്ട് കറക്റ്റ് ശ്വേതാമേനോനെ കറക്റ്റ് ഇടണം. ഇത് കൂടിപ്പോയ പ്രശ്നമാണ്. നില്ലടി ഒന്ന് എടുത്തോട്ട്. എന്നിട്ട് ലേശം ഗാർണിഷ് ഉണ്ട്, കുറെ പരിപാടികൾ. ഇതെല്ലാം വാരിയിട്ട് ചിട്ട ചെയ്ത് കാടി കുടിക്കുമ്പോഴാണോ ചേച്ചി കണ്ടുവിടുന്നു? ഇങ്ങനെ ചേച്ചി ടേസ്റ്റ് ഇല്ലേ? ചേതാമേല കറക്റ്റ് ആണോ? നോബി മാർക്കോസ് കറക്റ്റ് അല്ലേ? ശ്രീവിദ്യ മുല്ലശ്ശേരിക്ക് ടേസ്റ്റ് ഒന്ന് കുറവ്. എലീനെ കടിക്കാൻ കിട്ടിയായിരുന്നു. കറക്റ്റ് കിട്ടിയില്ലേ? എലീനെ പൊട്ടിത്തെറിച്ചത് കറക്റ്റ് അല്ലേ? അങ്ങനെ കോമഡി മാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് എന്റെ ഡിഷ് ഇവിടെ. ഇത് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എല്ലാ തിങ്കൾ ചൊവ്വ ബുധൻ രാത്രി 9 മണി മുതൽ 10 മണി വരെ ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റുള്ള വിഭവമാണ്. താങ്ക് യു. അപ്പൊ എന്റെ ചാനൽ ആരും മറക്കരുത്. കുട്ടീസ് കോർണർ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പോണ വഴിക്ക് ബെൽ ബട്ടണിൽ കയറി 2 അടി അടിച്ചോ. ഭയങ്കര നൈസായിരുന്നു. ശരി, ഇനി നമ്മൾ കാണാൻ പോകുന്നതെന്ന് പറയുന്നത് ഭയങ്കര ഷോർട്ട് വീഡിയോ ഉണ്ടാവില്ല യൂട്യൂബിലൊക്കെ, ഒരു ഷോർട്ട് വീഡിയോ എന്ന് പറയുന്ന പോലത്തെ ഷോർട്ട് വീഡിയോ ആണ്. ദാറ്റ് ഇസ് അബൌട്ട് ബ്യൂട്ടി. അപ്പം ഗെറ്റ് റെഡി വിത്ത് മീ എന്ന് പറയുന്ന പോലെ പെട്ടെന്ന് ഒരിടത്തേക്ക് പോകുന്നതിന്റെ ഒരു ഗെറ്റ് റെഡി ആണ്. അത് നമ്മുടെ ഈ കൂട്ടത്തിൽ ചെയ്യാൻ ഏറ്റവും കൂടുതൽ ബ്യൂട്ടി എന്ന് പറയുമ്പോ ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ജസ്റ്റ് ഒരു ഷോപ്പിങ്ങിന് പോകുന്നതിന്റെ ബാത്റൂം. ശരിയാണ്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ ശ്രീവിദ്യ മുല്ലശ്ശേരി. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞ ഓരോ പ്രൊഡക്റ്റ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഇമ്പോർട്ടൻസ് തരുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. പൗഡർ ഇട്ട് മുഖം ചൊറിയും. ചേച്ചി രാഹുൽ എവിടെ? അയ്യോ, ഒരു മിനിറ്റ്, നന്ദുനെ മറ്റേ നെഗറ്റീവ് കമന്റ് ഡിലീറ്റ് ചെയ്യണം, അവിടെ ഇരുത്തട്ടെ. വെൽക്കം ബാക്ക് ടു മൈ കല്യാണം കഴിഞ്ഞ് റെഡി വിത്ത് മീ പാർട്ടി. രാഹുലേട്ടൻ എവിടെ? ഈ വീഡിയോയില് ഞാൻ മാത്രമേ ഉള്ളൂ. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇന്ന് ആക്ച്വലി ഞാനൊരു ബാംഗ്ലൂർ കിടന്ന് കറങ്ങുന്ന കണ്ടല്ലോ. അതെ, ചേച്ചിയല്ലേ അപ്പൊ രാഹുലേട്ടന്റെ കൂടെ ബാംഗ്ലൂർ ഉണ്ടായിരുന്നത്? ബ്രഷ് അത്യാവശ്യം. അപ്പൊ ഇത് ഷോർട്ട് വീഡിയോ ആണ്. അതെ അതെ. അപ്പൊ ഇന്ന് രാത്രി ഒരു മൂവി നൈറ്റ് ആണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. എന്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്. ഗുഡ് നൈറ്റ് ചേച്ചി. ഗെറ്റ് റെഡി വിത്ത് മീ അല്ലേ? അപ്പൊ ആദ്യം പിന്നെ ആദ്യം നമ്മള് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ബേസ് വേണം. നമ്മളൊരു വീട് കെട്ടുമ്പോൾ നമ്മൾ ആദ്യം ബേസ് ഇടുന്ന പോലെ നമ്മുടെ സ്കിന്നിന് ഒരുപാട് പാമ്പറിങ് ആവശ്യമാണ് അല്ലെ? അതേ നമ്മൾ ഒരുപാട് പാമ്പറിങ് ആവശ്യമാണ്. നമ്മൾ ആദ്യം ഒരു റോസ് വാട്ടർ ഇട്ടിട്ട് ഇതിങ്ങനെ അടിച്ചു കൊടുത്തിട്ട് ഇതിങ്ങനെ അടിച്ചു കൊടുത്തിട്ട് നമ്മള് ഫേസ് ആദ്യം ക്ലീൻ ചെയ്യണം. ഫേസ് ക്ലീൻ ചെയ്തിട്ട് നമ്മുടെ വീട് പോലെ തന്നെ എപ്പോഴും നമ്മുടെ ഫേസ് ക്ലീൻ ആയിരിക്കണം. എന്താ അത് കഴിഞ്ഞ് നമ്മളിത് പ്രൈമറാണ് പിന്നെ നമ്മൾ ഇടാൻ പോകുന്നത്. പ്രൈമർ പോലെയാണ് ഇട്ട് കഴിഞ്ഞിട്ട് ഇതൊരു പുതിയ പ്രൊഡക്റ്റ് ആണ് കേട്ടോ. അത് ഞാൻ ഉടനെ ഇത് ചെയ്ത് തരും, റിവീൽ ചെയ്ത് തരും. പിന്നെ അപ്പൊ കണ്ടോ, ഒരു ഗ്ലോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. ഞാൻ ഈ സൈഡ് മാത്രമേ ഇപ്പൊ അപ്ലൈ ചെയ്യുന്നുള്ളൂ. അപ്പൊ മാത്രമേ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മള് ഞാൻ ആക്ച്വലി ഐ മേക്കപ്പ് ആണ് ആദ്യം ചെയ്യുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഐ ഷാഡോ ഇടണം. മോഡൽ ഇതവിടെ വേണ്ട, ഇവള് റോസ് വാട്ടർ എടുത്ത് കണ്ണിൽ ലിപ്സ്റ്റിക് അല്ലേ ചേച്ചി? ഐ ഷാഡോ ലിപ്സ്റ്റിക് അല്ലേ ഇത്? അല്ലല്ല, നമ്മൾ ഐ ഷാഡോ ലിപ്സ്റ്റിക്കും ഒന്നായിട്ട് ഉപയോഗിക്കാം. ഇതിട്ട് കഴിഞ്ഞിട്ട് ഫൗണ്ടേഷൻ ആണ് അടുത്തത്. ഫൗണ്ടേഷൻ ഒരു സിനിമ കാണാൻ പോവാൻ. അതെ, ഇതെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യണം. ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞ് ഇതും സെറ്റായി. അത് കഴിഞ്ഞ് വീണ്ടും നമ്മള് ഇത് ആരെ സെറ്റ് ചെയ്യാൻ പോകാൻ വേണ്ടിട്ടാണ് നമ്മളിത് ഇതടിച്ച് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക് സബ്സ്ക്രൈബ്. കോമഡി എന്തായിരുന്നു അറിയോ? സിനിമ 9 മണിക്കായിരുന്നു, ഇവള് യൂട്യൂബ് 7 മണിക്ക് എല്ലാം ചെയ്തിട്ട് കൂർക്കം വലിച്ചു 3:30 മണിയായി രാത്രി. പക്ഷെ നിങ്ങൾ കേട്ടായിരുന്നോ ഡൈനൈൻ്റെ ഇടയ്ക്ക് വെച്ച് ഇതൊക്കെ സെറ്റ് ചെയ്യുന്ന ആരെ സെറ്റ് ചെയ്യാൻ വേണ്ടി വന്നു? അയ്യോ, കേൾക്കാത്തത് പോലെ നിന്നു അവൾ. അത് കമന്റ് ഇട്ടതാണോ? അല്ല, അവൾ ഉറക്കെ ചോദിച്ചു. ഞാൻ പിന്നെ ലൈവ് അല്ല, അതുകൊണ്ട് കമന്റ് ഇടുന്ന എനിക്ക് കാണാൻ പറ്റത്തില്ല. ലൈവ് അല്ല, ഇല്ല, വ്ലോഗ് എഡിറ്റ് ചെയ്തിട്ട് വിട്ട് കഴിഞ്ഞിട്ടല്ലേ കമന്റ് കാണത്തുള്ളൂ. നല്ലായിരുന്നു. താങ്ക് യു. പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ ഏവരും കാത്തിരുന്ന യൂട്യൂബ് ചാനലിലേക്കാണ് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യാൻ പോകുന്നത്. അത് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം ഏറ്റവും കൂടുതൽ ഹിറ്റുകൾ വ്യൂസിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന മൂവി റിവ്യൂ ചെയ്യുന്ന നമ്മുടെ സ്വന്തം നോബി മാർക്കോസിന്റെ മൂവി റിവ്യൂ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഹലോ ഗൈസ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ പുതിയ ചിത്രം
കരിച്ചേരി കുഞ്ഞമ്പു നായർ സംവിധാനം ചെയ്ത എന്റെ അച്ഛൻ ശ്രീവിദ്യ എന്ന ഒരു കാസർഗോഡ് നടക്കുന്ന ഒരു ചിത്രത്തിന്റെ കഥയാണ്. വളരെ ഗംഭീരമായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. കാര്യം ഈ സിനിമ നമ്മൾ കൂടുതലും മ്യൂട്ട് ചെയ്ത് വെച്ചിട്ട് കണ്ടാലേ മനസ്സിലാവും. ഇത് ഒരുപാട് നേരം നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. മാക്സിമം പ്രേക്ഷകർ ഇത് ഇടയ്ക്ക് പരസ്യം വരുമ്പോൾ കാണുക, കാണുക. അല്ലെങ്കിൽ നമ്മളിത് ചിന്തിക്കും എന്താണ് കരിച്ചേരി കുഞ്ഞമ്പു നായർ ഉദ്ദേശിച്ചത് എന്ന്. പിന്നെ നമ്മൾ ജനം ചിന്തിക്കും. ഇപ്പം അതിന്റെ എഡിറ്റിംഗ് രാഹുലാണ്. അത് ഭംഗിയായിട്ട് കരിച്ചേരി കുഞ്ഞമ്പു നായർ ചെയ്തു വെച്ചത് ഭംഗിയായിട്ട് എഡിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. അത് കൂടുതൽ ബാക്കി സാധനങ്ങളെല്ലാം വെട്ടിക്കളഞ്ഞിട്ട് ഇപ്പൊ അത് അവാർഡിന് അയക്കാൻ വേണ്ടിയുള്ള അല്ല, ഞാൻ ക്യാരക്ടർ ബേസ് കുറെ എഡിറ്റ് ചെയ്ത് ഇപ്പൊ അവാർഡിന് വേണ്ടി വെച്ചേക്കാണ്. ഇതിന്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതിന്റെ പശ്ചാത്തലം മാരേജ് ആണ്. ഇതിന്റെ മാരേജിന്റെ ഇടയ്ക്ക് വരുന്ന സംഭവം കാര്യം ഇതിന്റെ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞ ഭുവനചന്ദ്രൻ നായരാണ്. ഭുവനചന്ദ്രൻ നായർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അല്ലല്ല, ഇത് ഭുവനചന്ദ്രൻ നായർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മകൻ നിങ്ങളുടെ കല്യാണത്തിന് വരുന്നുണ്ട്. രാമചന്ദ്രൻ, ഭുവനചന്ദ്രൻ നായരുടെ മകൻ. രാമചന്ദ്രനല്ല, അദ്ദേഹത്തിന്റെ പേര് അഖിൽ എന്നാണ്. കാര്യം നിങ്ങൾ സിനിമ കണ്ടിട്ടില്ലേ? പടം അങ്ങനെ അദ്ദേഹമാണ് ഈ സിനിമയിൽ വരുന്നുണ്ട്. ഇദ്ദേഹം കേന്ദ്ര കഥാപാത്രമല്ല, അദ്ദേഹം ഒരു പാസിംഗ് വേഷത്തിന് ഈ കല്യാണത്തിന് എത്തുന്നുണ്ട്. ശ്രീവിദ്യ എന്ന് പറയുന്ന കുട്ടിയുടെ കല്യാണത്തിന് എത്തുന്നുണ്ട്. തികച്ചും കാര്യം കഥ അവിടെ വെച്ച് ട്വിസ്റ്റ് ആവുകയാണ്. കാര്യം അതിനുശേഷം മൊത്തവും ലഹരി. ഈ ക്യാരക്ടർ പോണ വഴി മൊത്തവും ലഹരി. ഇങ്ങനെ കംപ്ലീറ്റ് ലഹരിയായിട്ട് ഇങ്ങനെ ക്ലൈമാക്സ് പറയില്ലേ? ക്ലൈമാക്സ് പറയില്ല. അങ്ങനെ വരുന്ന സമയത്ത് ഇതാണ് ഈ ഫസ്റ്റ് ഹാഫ് കൊള്ളാൻ ലഹരിയാണ് അവിടെ. പിന്നെ ഇദ്ദേഹത്തിന് തിരക്കി വരുന്ന പോലീസ്. ബാർക്കോസ് ബാബന്റെ മോന്റെ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. ഇല്ല, അദ്ദേഹം ക്ലൈമാക്സിൽ അങ്ങനെ വരുന്ന സമയത്താണ് ഈ കല്യാണമാണല്ലോ കൂടുതൽ നമ്മൾ ഇന്റർവെല്ലിന് ഒരു സുന്ദരി വരുന്നു. അതായത് നമ്മൾ ഇതിന്റെ നമ്മൾ വേറൊരു പ്രൊഡ്യൂസർ, കോ പ്രൊഡ്യൂസർ ഉണ്ട്, ഹമീദ് എന്നാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മകൾക്ക് അതിനകത്തൊരു വേഷം വേണം, ജനങ്ങൾക്ക് കൈയടിയിട്ടുന്ന ഒരു വേഷമാണ്. അപ്പൊ ഈ കല്യാണത്തിന് വരുന്നുണ്ട്. കല്യാണത്തിന് ഇദ്ദേഹം വരുന്നത് കാര്യം ശ്രീവിദ്യ ആണല്ലോ നായിക, എങ്കിലും ഈ കല്യാണത്തിന് വരുമ്പോൾ ജനങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധ അദ്ദേഹത്തിലേക്ക് കയറുന്നുണ്ട്. ഡയാന ഹമീദ് എന്ന് പറയുന്ന ക്യാരക്ടർ ഇടവേളയ്ക്ക് വരികയാണ്. ഇടവേളയ്ക്ക് ശേഷമാണ് ഊണ്. പക്ഷെ ഡയാന ഹമീദ് കഴിക്കുന്നില്ല. കാരണം ഇടവേളയ്ക്ക് ഹമീദ് ഉറങ്ങിപ്പോന്നു ഡയാന. പിന്നെ ഈ ഡയാന ഹമീദിനെ ഉണർത്താൻ വേണ്ടി വരുന്ന പ്രേക്ഷകരുടെ ഡാൻസ് ഉണ്ട്, പാട്ടുണ്ട്, അതിലാണ് ഇടവേള. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കും ഇടവേളയ്ക്ക് ഡയാന ഉണർന്നു വന്ന് കഴിക്കുമെന്ന്. ഒരിക്കലുമില്ല. കുടിക്കുന്ന സമയത്താണ് ഉറങ്ങിയത്. ഇല്ലല്ല, അതിനുശേഷം ഈ ഡയാന ഉണരും, മറവീടുന്നു. അല്ലല്ലോ, സംഭവമുണ്ട്. ഈ ശ്രീവിദ്യ ഈ കല്യാണം എന്ന് പറഞ്ഞത് 4 ദിവസത്തെ കല്യാണം. കാസർഗോട്ട് തുടങ്ങി കിഴക്കേക്കോട്ടയിൽ അവസാനിക്കും. അതാണ് ഇതിന്റെ ക്ലൈമാക്സ് വശത്തിലേക്ക് എത്തുന്നത്. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് കുറച്ച് മസാലയുണ്ട്. കുറച്ച് ജനങ്ങൾ, പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സീനുണ്ട്. അതിനകത്ത് മസാല വേണം, ആക്ഷൻ വേണം, പാട്ട് വേണം, റൊമാൻസ് വേണം, മാസ് വേണം. അങ്ങനെ മാസിന് വേണ്ടി നമ്മൾ ആരെ ഇറക്കുന്നു? മറ്റേ ശ്വേതാജിയാണോ? എന്റെ സ്വന്തം മത്സരന്റെ ഭാര്യയെ ഞങ്ങൾ അവിടെ ഇറക്കുകയാണ്. ഇറക്കണ്ടേ? നല്ല ക്യാരക്ടറാണ്. അങ്ങനെ എന്റെ ചേച്ചിയെ കൊണ്ടിറക്കുന്നു. പ്രേക്ഷക പ്രീതി നേടിയ കുഞ്ഞുണ്ണി നായർ, കുഞ്ഞമ്പു നായർ സംവിധാനം ചെയ്ത ശ്രീവിദ്യ എന്ന ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ നിങ്ങളെ പോയി കാണുക. നല്ല ചിത്രമാണ്. ഇതിന്റെ 2ാം ഭാഗത്തിൽ പ്രശസ്ത ചലച്ചിത്ര നോവി നായകനായി ഒരു ചെറിയൊരു ഇതെനിക്ക് കിട്ടിയിട്ടുണ്ട്, ക്ലൂ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതിലൊക്കെ ക്ലൈമാക്സ് വരുന്ന ആളെ പറ്റി പറയരുത്. ക്ലൈമാക്സിന്റെ ആളെ പറയരുത്. ഇത് കോട്ടയത്തോട്ട് റീഡപ്പ് ചെയ്ത് ഇറങ്ങുന്നില്ല. അല്ല, എന്താണ് ഉദ്ദേശം? പടം ഓടണ്ടേ? നിന്റെ ബാപ്പ ഒരു പ്രൊഡ്യൂസറാണ്, അദ്ദേഹത്തിന് അച്ഛൻ ഒരു ഡയറക്ടറാണ്. ഇവന്റെ അച്ഛന്റെ പ്രൊഡ്യൂസർ വത്സരണം. അതിനകത്ത് കുറച്ച് പൈസ ഇറങ്ങിയിട്ടുണ്ട്. പടം ഓടണ്ടേ ചേച്ചി? വിളിക്കാത്തവര് നമ്മളെ കൊല്ലാൻ ശ്രമിക്കും. ഇപ്പം വീഡിയോ ആയതുകൊണ്ട് എഡിറ്റിങ്ങിന് മുമ്പ് അത് കണ്ടു. എന്തായാലും സാരമില്ല. പ്രേക്ഷകരുടെ അഭ്യർത്ഥന മാനിച്ച് എലീന പടിക്കലിനെ വെച്ചിട്ട് ഒരു ഗംഭീര കാർട്ടൂൺ നമ്മൾ ഇറങ്ങുന്നുണ്ട്. അത് കൊച്ചുകുട്ടികൾക്ക് വേണ്ടി എലീന പഠിക്കൽ അനുകരിച്ച അമ്മയിലും കൂടി. ഇത് പ്രേക്ഷകരാരും അനുകരിക്കുന്നു. താങ്ക് യു. ഒരു പൈസ തന്നില്ലേ ഞാൻ പൂക്കൾ എഫക്റ്റ് ഒക്കെ സൈഡ് നല്ല വേഷം കൊടുത്തപ്പോ എന്റെ ചേച്ചി വന്നിരിക്കുന്നു.
അയ്യോ വയറ് കുറയാൻ വ്യായാമം ചെയ്തിട്ട് വ്യായാമം കുറയണേ അല്ലാതെ വയറ് കുറയണേ. മൂട് പോയി സത്യം. പത്രം വായിക്കാം. പത്രം വായിക്കാം. ഇത് പത്രമാണോ അതോ പരസ്യ നോട്ടീസാണോ? ഇതിൽ വാർത്ത ഏത് വഴി കണ്ടുപിടിക്കാം? ഒരു വാർത്ത എത്തി. ഗൂഗിൾ മാപ്പ് വീണ്ടും വഴി തെറ്റിച്ചു. ഇവനൊക്കെ എത്ര വഴി തെറ്റിയാലും പഠിക്കൂലേ? ഗൂഗിൾ മാപ്പ് നോക്കി ലോകസഞ്ചാരം നടത്തിയ യുവാവ് അവസാനം വൃദ്ധസദനത്തിലെത്തി. വൃദ്ധസദനത്തിൽ ഉണ്ടായിരുന്ന സ്വന്തം മാതാവ് വീടിന്റെ വഴി പറഞ്ഞു കൊടുത്ത് തിരിച്ചുവിട്ടു. സ്വന്തം തള്ളയെ കൊണ്ടൊന്ന് വൃദ്ധസദനത്തിൽ ഇട്ടില്ല, അവൻ ലോകം ചുറ്റാൻ നടക്കണ നാറി. വൈറലാവാൻ വേണ്ടി 14 മണിക്കൂർ മഴയത്തുന്ന യുവാവ് വൈറൽ പനി പിടിച്ച് വൈറലാവാൻ പോയോ മിക്കാറും കുഴിയിലാവോന്നു. അവന്റെയൊക്കെ വൈറലാവാൻ വേണ്ടി അവന്റെ ഒരു വാർത്തയും കൊണ്ട്. ചായ ചായ, നല്ല ചായ കുടിക്കാൻ കുടിക്കല്ലേ കിട്ടുമ്പോഴത്തേക്കും സ്റ്റോറി ഇടണ്ടേ? സോറി. നോക്ക് ചിരിക്കേ. ഇരിക്കാം. ഞങ്ങൾ ചായ കുടിച്ചു, നിങ്ങളോ? നല്ല ക്യാപ്ഷനില് രാവിലെ തന്നെ ഫേസ്ബുക്കിൽ കയറുവാണോ? ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാതെ പിന്നെ ഫേസ്ബുക്കിൽ തുണി അലക്കി ഇടാൻ പറ്റുമോ ചേട്ടാ? തുടക്കം തന്നെ വെറുവല്ല് പുഴുക്കുവാ. നീയേ ആ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്ന സമയത്തിന് ഈ ചായയിൽ കുറച്ച് പഞ്ചസാര അപ്ലോഡ് ചെയ്തിരുന്ന ഇത് കുടിക്കാം. തെറ്റ് നിന്നിൽ നിന്നും എന്നിൽ നിന്നും സംഭവിക്കാം, പക്ഷേ ഒന്നോർക്കണം, ബന്ധം അത് നമ്മുടേതാണ്. ശിബുദിനം. ശിബുദിനോ? എന്തുവാടി ഇത്? അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. ഈ ഗുണ നിന്നോട് ഞാൻ 100 വട്ടം പറഞ്ഞിട്ടുണ്ട് ഈ ചായ ഇങ്ങനെ നിറച്ചു കൊണ്ടുവരരുത്. പകുതി ചായ എടുക്കണം. ഞാൻ പകുതി ചായല്ലേ കുടിക്കുള്ളൂ. ഞാനൊരു കാര്യം ചെയ്യാം, ഈ ചായ അടുക്കളയിൽ കൊണ്ടുപോയി എഡിറ്റ് ചെയ്ത് ക്രോപ്പ് ചെയ്ത് ഷുഗർ ആഡ് ചെയ്ത് ചേട്ടന് ഷെയർ ചെയ്ത് തരാം. ലൈക്ക് ചെയ്യോ? പണ്ട് വന്ന് വീട്ടിലും മലയാളം അല്ലാതെ മൊബൈൽ ഭാഷ ആയാലും നിന്നെ കൊണ്ടൊരു ജീവിക്കാൻ വയ്യല്ലോ. ഈ വീട്ടില് തിന്നാനും തുമ്മാനും പോലും വയ്യല്ലോ. അപ്പൊ നീ പോസ്റ്റ് ഇടുമല്ലോ, അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഒരു മിനിറ്റ് നിന്നെ കൊണ്ട് ജീവിക്കാൻ വയ്യ. എന്താ രാവിലത്തെ കലിപ്പിന്റെ കാന്താരി. കലിപ്പന്റെ കാന്താരി. ഞാൻ നിന്നോട് 100 വട്ടം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, ഇന്നലെ രാവിലെ ഞാൻ യോഗാസനം ചെയ്തുകൊണ്ടിരുന്നപ്പോ നീ പിറകെ കൂടെ വന്നൊരു ഫോട്ടോ എടുത്തില്ലേ? എന്നിട്ട് നീ അത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തില്ലേ? അതിന്റെ ക്യാപ്ഷൻ എന്തായിരുന്നു? ചേട്ടന്റെ ആസനം കണ്ടോ? അയ്യോ, യോഗ എവിടെ പോയി? അതെന്താന്നറിയോ, നമ്മൾ ഈ ക്യാപ്ഷൻ കൊടുക്കുമ്പോഴേ നമ്മൾ ഷോർട്ട് ചെയ്തിട്ട് ഇടാൻ പാടുള്ളൂ. നിന്റെ ഷോർട്ട് കാരണം അതിന്റെ കമന്റ് നല്ല നീളത്തിലായിരുന്നു. നിങ്ങൾ കേൾക്കണം, രാവിലെ ഞാൻ കുനിഞ്ഞിന്ന് യോഗാസനം ചെയ്തുകൊണ്ടിരുന്നപ്പോ പിറകെ കൂടെ വന്നൊരു ഫോട്ടോ എടുത്തു. എന്നിട്ട് അവള് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തു, ചേട്ടന്റെ ആസനം കണ്ടു. ഒരു പരിചയമില്ലാത്തവന്മാരൊക്കെ മെസ്സേജ് അയക്കുക, ഓരോ കാര്യം പറഞ്ഞോണ്ട്. എല്ലാത്തിനെയും ഞാൻ ബ്ലോക്ക് ചെയ്ത് എനിക്ക് ഇറങ്ങിയിടക്കാൻ അറിയാമോ? എന്തിനാ ഇങ്ങനെ കളിക്കണേ? എടി, നമ്മള് വല്ലപ്പോഴും ഒരിക്കലും ഒരു ഫോട്ടോ ഇടാം. അല്ലാണ്ട് നമ്മൾ ഈ കാട്ടിന്റെ ഇടയിലൊക്കെ പോയി മരിച്ചീനി പൊഴുത് കമ്പ് വെച്ച് തിന്നുന്നതും ഈ കാട്ടിലെ കുളത്തിലൊക്കെ പോയി കുളിക്കുന്നതും തുണി അലക്കുന്നതും പോലുള്ള ഫോട്ടോ ഇട്ടത് നാട്ടുകാർ കളിയാക്കും. മോശമല്ലേ ഇതൊക്കെ? അതെ, എന്റെ ഈ ഫോണിന്റെ കവർ ഒന്ന് മാറ്റി തരുവോ? ഇത് കണ്ട 48 ദിവസം അതിന്റെ ഡിസ്പ്ലേ പൊട്ടിയിട്ട് ഒരു കോളാങ്ങാനും വരുന്നിടത്ത് ചെവിയിൽ വെച്ചിട്ട് തിരിച്ചെടുക്കുമ്പോ ഷേവ് ചെയ്യുന്ന പോലെ രോമം. ഇതും കൊണ്ട് ഞാൻ നടക്കുമ്പോ അവർക്ക് കവർ. നീ നിന്റെ കാര്യം വെച്ച് പോകങ്ങോട്ട്. കല്യാണം കഴിച്ചിട്ട് എത്ര ദിവസമായി, എന്നിട്ട് ഒരു കമന്റ്, ഒരു സ്നേഹത്തോടൊരു ലൈക്ക് നിങ്ങൾ എനിക്ക് ഷെയർ ചെയ്തിട്ടുണ്ടോ? സ്വന്തമായിട്ട് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടോ നിങ്ങൾക്ക്? അതൊക്കെ പോട്ടെ, കണ്ടന്റും ഇല്ല. എനിക്ക് കണ്ടന്റ് ഇല്ലെന്ന്. ഇല്ല, എനിക്ക് കണ്ടന്റ് ഇല്ല. ഇല്ല. രാവിലെ ബാഗും തൂക്കി 2 സ്കൂളിൽ പോയത് ആരെ കണ്ടന്റ്? എന്റെ കണ്ടന്റ് തന്നെയല്ലേ. മര്യാദക്ക് എന്റെ സ്വഭാവം മാറ്റാം. ഞാൻ ഒരു എന്താ രാവിലത്തെ 2ാമത്തെ കലിപ്പ്. എന്റെ ഭഗവാനെ, ഈ പെണ്ണിനെ കണ്ട ഒരു രക്ഷയില്ല. ഒരു കാര്യം പറയട്ടെ, ചൂടാവല്ലോ. ഞാൻ എന്തെങ്കിലും പറയുമ്പോ ചൂടാവണം. എന്തിനാ? പറ, കാര്യം പറ. അതെ, ഞാൻ റീയൂണിയന് പോയില്ലേ, അപ്പൊ എന്റെ കൂടെ പഠിച്ച കുമാറില്ലേ, കുമാർ പറഞ്ഞേ അവന്റെ കൂടെ കൊളാബ് ചെയ്യാവോന്ന്. ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട്, ഈ ഫോണും കൊണ്ട് നീ വീട്ടിന് വെളിയിറങ്ങി എന്റെ സ്വഭാവം മാറും. നീ കേറിപ്പോ. ഞാൻ പോയിക്കോളാം. അതെ, റീച്ച് കിട്ടാൻ വേണ്ടിട്ട് വൈകുന്നേരം ബീച്ചിൽ പോവാം. കൊലപാതകത്തിന് ഞാൻ ജയിലിൽ പോയി കിടക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, കാര്യം ഞാൻ പറഞ്ഞു. തള്ളേ, എന്റെ കെട്ടിയോന്റെ കലിപ്പ് തീരുന്നില്ലല്ലോ. ഇങ്ങനെ തുടങ്ങിയ ഒരു മനുഷ്യ ഒരു വീട്ടിൽ എങ്ങനെ ജീവിക്കും? ഒന്നുകിൽ ഞാൻ പോയി ആത്മഹത്യ, അല്ലെങ്കിൽ ഞാൻ അവളെ കൊന്ന് കൊലപാതകം. അഖിലിനെ വിളിച്ചോക്കാം, അവ എന്തെങ്കിലും ഇരണം കെട്ട തരം പറഞ്ഞു തരും. അവനെ കൊണ്ടേ പറ്റൂ. കിഴങ്ങ് കൃഷ്ണൻ വിളിക്കണ്. അണ്ണാ,
എടാ ഞാൻ പറഞ്ഞതിന് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞേടാ ഇവിടെ കാരണം ജീവിക്കാൻ പോയടാ. എടാ സത്യം ഞാൻ അങ്ങോട്ട് പറയായിരിക്കുന്നു. ഓ എന്തൊരു പെരപ്പെണ്ണാ നിങ്ങൾ ആ വൈഫ്. നീ മറ്റേ ആസനത്തിന്റെ കണ്ടായിരുന്നല്ലേ? രാവിലെ കണിയുണ്ടിരുന്ന നന്മ അതായിരുന്നു ഇന്നത്തെ ദിവസം. ഇതിപ്പോ എന്ത് വഴി? നീ പറഞ്ഞ വഴി കൊള്ളാം, പക്ഷെ അവള് അത് വിഷയാക്കൂലേടാ. ഒന്നുമില്ല, തിരിഞ്ഞും പിരിഞ്ഞും നോക്കാനില്ല, പൊട്ടിച്ചേരും. അവള് വേറെ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഇത് ഒരു കുഴപ്പമില്ലെന്ന് പൊട്ടിച്ചേച്ചിന് നിങ്ങൾ അത് കംപ്ലൈന്റ് നന്നാക്കാൻ കൊടുത്തെന്ന് പറ. എന്നിട്ട് ചോദിക്കുമ്പം കിട്ടിയില്ല എന്നങ്ങ് പറയാം. നിങ്ങൾ അണ്ണാച്ചി പൈസ ചോദിച്ചു വരുമ്പോ പറയൂലേ, അതുപോലെ അങ്ങ് പറഞ്ഞേ നാളെ എന്നങ്ങ് പറഞ്ഞാൽ മതി. മതിയാ? അത് മതി. ഏക്കല്ലേ? ഏക്കം എന്ന് പറഞ്ഞാൽ ഇതൊരു കാര്യം മനസ്സിലാക്കണം. ഈ മദ്യപാനം അഡിക്റ്റ് ആയിട്ടുള്ളവർക്ക് മദ്യം കിട്ടാതെ വരുമ്പോ അവരത് നിർത്തൂലേ. പിന്നെ ഈ സിഗരറ്റ് പോലുള്ളവർക്ക് സിഗരറ്റ് കൊടുക്കാതിരിക്കുമ്പോ അവരത് നിർത്തൂലേ. അതുപോലെ തിരിഞ്ഞും പിരിഞ്ഞും നോക്കണ്ട, പൊട്ടിച്ചോ. താലിമാല പൊട്ടണേക്കാൾ നല്ലത് മൊബൈൽ പൊട്ടണതാണ്. സക്സസ് ആവൂലല്ലേ? ഉറപ്പായിട്ട് സക്സസ് ആവും. നിങ്ങളത് ചെയ്തോ, ഇത് ഉറപ്പായിരിക്കും. പിന്നെ വേറെ കാര്യം, ഇത് പൊട്ടിച്ചതിന് ശേഷം അഥവാ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയി വീട്ടിലെങ്ങാനും പൊക്കിയാൽ ഒരു കാരണവശാലും ഈ ഐഡിയ പറഞ്ഞെന്ന് ഞാനാണെന്ന് പറയരുത്. ഇതുപോലൊരു പെനപ്പ് വെള്ളുമുള്ള ഈ പഞ്ചായത്തിൽ ഓട്ടോ പിടിച്ച് വീട്ടിൽ വന്ന് എന്നെ അടിക്കും. പിന്നെ ഈ മൊബൈൽ പൊട്ടിക്കുന്നതിന്റെ കൂട്ടത്തിലാണ് അണ്ണന്റെ ആ വിഗും കൂടെ കത്തിച്ചേക്കണ്ട. ഇതുപോലൊരു കൂറ വിഗ് ഈ പഞ്ചായത്തിൽ ആരും വെച്ചിട്ടില്ല കേട്ടാ. ശരി ശരി, നീ കളിച്ച് കേറുവാ. അവൻ പറഞ്ഞതങ്ങ് ചെയ്യാം അല്ലേ? രാധേ രാധേ, ഒന്നിങ്ങ് വന്നേ, ഒന്നങ്ങോട്ട് വാ, അനങ്ങി വാ, പറയട്ടെ. ഞാൻ അതൊന്ന് പോസ്റ്റ് ചെയ്യട്ടെ. എനിക്കേ ഒരു ബോധോദയം ഉണ്ടായി. അയ്യോ, ബോധക്ഷയം ഉണ്ടായി? ബോധക്ഷയമല്ല, ബോധോദയം. ബോധോദയം നില്ലേ? എന്റെ കെട്ടിയോന് ആദ്യമായിട്ട് ബോധോദയം വന്ന ദിവസം. ബോധോദയം എന്താണെന്നറിയാമോ? നീ ഞാൻ പറയണമെന്ന് കേക്ക്. അതായത് നിന്നെ ഞാൻ ഈ വീട്ടിലിട്ട് ഒരുപാട് കഷ്ടപ്പെടുത്തുന്നു, നിന്റെ ആവശ്യങ്ങളൊന്നും ഞാൻ പരിഗണിക്കുന്നില്ല, നിന്റെ സന്തോഷം ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ നിനക്കൊരു പരാതിയില്ലേ? പരാതിയല്ല, അത് സത്യമാണ്. സത്യമാണല്ലേ? അത് മാറ്റാൻ ഞാൻ അയ്യോ ഒരു മിനിറ്റ്, എന്റെ അമ്മയെ നമ്മൾ രാവിലെ ചായ കുടിച്ചപ്പോ ഒരു പോസ്റ്റ് ഇട്ടില്ലേ, അതിന് 487. നീ ഇത് പറയുന്നൊന്ന് കേൾക്കാവോ? എന്താ? അപ്പൊ അതിന് വേണ്ടിട്ടേ ഞാൻ നിന്നോട് ഒരു റീൽസ് ചെയ്യാൻ തീരുമാനിച്ചു. ഞാൻ എന്താ കേക്കണേ? ചെയ്യാം. നേരാണോ പറഞ്ഞത്? നേരാണ് പറഞ്ഞത്. അയ്യോ നമുക്ക് ചെയ്യാം. റീൽസ് ചെയ്യാന്നാ ഞാനും പറഞ്ഞേ. വാ ചേട്ടാ, ഒരു കാര്യം, ചേട്ടന്റെ ഫോണില് എന്റെ ഫോണ് PCR ആണ്. 18 TV. എന്റെ തന്നെ ചെയ്യാം. ഈ പാട്ടിടാമേ. ഏത് പാട്ട്? ഇതാണ്. ഇത് മറ്റല്ലേ ഒന്നാം കുന്നേ? അതാകുമ്പോ കിടക്കും. ഞാൻ ടൈമർ എടുത്തേ. അതില് 3 വരും. അപ്പൊ 3 വരും. 1 2 3. ഞാൻ ഇതന്നെ പാടും. നീ ചെയ്താ മതി. അയ്യോ പൊട്ടി. അയ്യോ പൊട്ടി. ഞാനിപ്പോ കുറച്ചു നേരത്തെ കൂടെ പോസ്റ്റ് ചെയ്തതാ. അതെ ഇങ്ങനെ അത് ഫോൺ അല്ലാതെ നിന്റെ അച്ഛനെന്ന് പറഞ്ഞു. എന്റെ അച്ഛനെ പോലെ എനിക്ക് ഫോൺ. അപ്പൊ നിന്റെ അമ്മ നിന്റെ അച്ഛനെ EMIക്ക് മേടിച്ചു. ഞാൻ എന്തോ ചെയ്യോ? അല്ല സംഭവിച്ചോ? ഞാൻ ഇന്ന് രാവിലെയും കൂടെ ഫോട്ടോ എടുത്തത് അറിയോ? രാധേ, ഇത് മേടിക്കാനുള്ള ധനം മുടക്കിയത് ഞാനാണെന്ന് നീ മനസ്സിലാക്കണം രാധേ. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഫോട്ടോ എടുക്കുന്നത്, നിങ്ങൾ മനസ്സിലാക്കണം. നീ എത്ര ഫോട്ടോ എടുത്താലും ആ ഫോട്ടോകളൊന്നും എനിക്ക് ഇഷ്ടമല്ലെന്ന് നീ മനസ്സിലാക്കണം രാധേ. ഓഹോ, അപ്പൊ ഇത് മനഃപൂർവ്വം ഞാൻ വൈറലാവാൻ പാടില്ലല്ലേ? ഞാനൊരു സെലിബ്രിറ്റി ആവാൻ പാടില്ലല്ലേ? എന്റെ പെർഫോമൻസ് കണ്ട് വൈറലായി എന്നെ കോമഡി മാസ്റ്റേഴ്സ് എന്ന് വിളിക്കാൻ പാടില്ലല്ലേ? അതല്ലേ നിങ്ങളുടെ ഉദ്ദേശം? ഒരു മിനിറ്റ്. കോമഡി മാസ്റ്റേഴ്സിനൊക്കെ ഇത്രയും ദാരിദ്ര്യം അല്ല ഞാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾ മനഃപൂർവ്വം പൊട്ടിച്ചു? അല്ല, മനഃപൂർവ്വം തന്നെ ആണ്. മനഃപൂർവ്വം പൊട്ടിച്ച്
എവിടെ നിങ്ങളുടെ മൊബൈൽ? എന്റെ മൊബൈലാ. നിങ്ങളുടെ മൊബൈൽ അവിടെ നിൽക്കാം. അവിടെ നിൽക്കാം. ഇന്ന് തന്റെ അവസ്ഥ എല്ലാം അവിടെ നിൽക്ക്. കസേര കളിച്ചിട്ട് ഒരുത്തനും തോപ്പിച്ചില്ല. പിന്നെയാണ് എനിക്ക് പൊട്ടിക്കണം. എനിക്ക് തന്റെ മൊബൈൽ എറിഞ്ഞ് പൊട്ടിക്കണം. എന്നെ കൂടെ കൂടണ എന്റെ ഇതാടാ, ഞാനും കളിക്കാൻ കൂടാ. എന്റെ മൊബൈൽ എറിഞ്ഞ് പൊട്ടിച്ച ഈ ബ്ലൂടൂത്ത്. ബ്ലൂടൂത്ത് അല്ല ബ്ലൂടൂത്ത് അല്ല, ബ്ലൂടൂത്ത്. അല്ലല്ല, ഞാൻ ചോദിച്ചോ, നമ്മൾ രണ്ടും കൂടെ അല്ലേ കസേര കളി തുടങ്ങി. നിന്റെ അച്ഛൻ എപ്പോഴും വന്നത്? ഞാനിപ്പോ വന്നപ്പോ നിങ്ങളുടെ കളി ജോയിൻ ചെയ്യാൻ വേണ്ടി വന്നല്ലേ? അയ്യോ, കളിച്ചതല്ല. പിന്നെ? എന്റെ മൊബൈൽ എറിഞ്ഞ് പൊട്ടിച്ച. അതെന്നാ പണിയാണ്? അതല്ല, തോണ്ട അത്. ഏത്? അത് എത്ര? അത് എത്ര? ഇത് അച്ഛൻ വാങ്ങിച്ചു തന്നത്. എന്റെ ഏടാ, ഇതിന് എത്ര രൂപ മുടക്കുണ്ടെന്നറിയാവോ? ഇതിങ്ങനെ എറിഞ്ഞു പൊട്ടിക്കാനുള്ളതാ. പിള്ള കളിക്കുമ്പോ പിള്ള കളിക്കേണ്ട സാധനം എടുത്ത് വേണം കളിക്കാൻ. മനസ്സിലായില്ലേ? എന്താ ഇവിടെ സംഭവിച്ചേ? അച്ഛൻ അറിയാൻ പാടില്ല കേട്ടോ. ഞാനും എന്റെ ഭാര്യയും 2 മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബം. അതിലേക്ക് ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥി എത്തി. ഞങ്ങളെ കുടുംബം ശിഥിലമാക്കാൻ പോകുന്ന ഒരു അതിഥി. അവനെ ഞാൻ എന്നേക്കുമായി വീണ്ടും എറിഞ്ഞു പൊട്ടിച്ചു. അച്ഛാ, വെറും 4ാം ക്ലാസ്സുകാരന്റെ ബുദ്ധിയല്ല ക്രിമിനൽ. ഞാൻ ഇങ്ങോട്ട് കേറി വന്നപ്പോ ഇവിടുത്തെ കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേട്ടപ്പോ എന്റെ മോൻ വരുണിന്റെ ഫോൺ റിങ് എന്നിട്ട് എനിക്ക് തോന്നിയത്. എടാ ജോർജ് കുട്ടി, എന്റെ മോൻ വരുണിനെ നീ എവിടെ കണ്ടാണോ ഒളിപ്പിച്ചു വെച്ചത്? എടാ, കുഞ്ഞുങ്ങള് എന്തെങ്കിലും ചോദിച്ചാൽ അതങ്ങ് സാധിച്ചു കൊടുക്കണം, അല്ലാതെ അവരെ ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ. എന്റെ വരുൺ എവിടെയാടാ ജോർജ് കുട്ടി? ഇത് ഗ്യാപ്പ് കൂട്ടിയപ്പോ അങ്ങ് പൊളയുവാ. ഈ ഇത്തിരി ഗ്യാപ്പ് കിട്ടിയപ്പോ മോഹൻലാലി ഏങ്കിൽ എനിക്ക് പ്രൊഫൈൻ ചെയ്യാം. അല്ല, ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ നിങ്ങളുടെ മകളെ ഇനി ഈ വീട്ടിൽ എനിക്ക് മനസ്സമാധാനം തരുന്നില്ല. രാവിലെ തൊട്ട് ഫേസ്ബുക്ക്, വാട്സപ്പ്, എന്തൊക്കെ സാധനത്തിൽ ഫോട്ടോ ഇട്ട് എനിക്ക് വെളിയിറങ്ങി ഇറക്കാൻ വയ്യാത്ത അവസ്ഥയാണ്, അറിയാവോ? നിങ്ങൾ ഒരു കാര്യം ചെയ്യും, എന്നെ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ ഇൻബോക്സ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കും. അതെങ്ങനെ ഇറൈസ് ചെയ്യണോ? ഇറേസ് ചെയ്യാനാ? അതെ. നിന്റെ ഈ പ്രശ്നമുണ്ട്, നിന്റെ കയ്യിലും പ്രശ്നം. എന്ത് പ്രശ്നം? ഇത് ആദ്യം മനസ്സിലാക്കേണ്ട, ഫോൺ എന്ന് പറഞ്ഞത് അതിന് അതിന്റേതായ മാന്യത കൊടുക്കണം. എടാ, ഒരു കുടുംബം നശിപ്പിക്കാൻ ഈ ഫോൺ മതി. മതിയോ? മനസ്സിലായില്ലേ? അന്തരാത്മാവിന്റെ ഉൽപ്പത്തിയിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന മസ്തിഷ്കത്തിന്റെ വിസ്ഫോടനമാണ് ഈ ഫോൺ. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഇതിനെ കൂടുതൽ സ്നേഹിക്കാൻ നിൽക്കരുത്. മനസ്സിലായില്ലേ? അല്ല, ഇതിനു മുമ്പ് എന്തോ ഒരു സാധനം പറഞ്ഞല്ലോ, അതെന്തോന്ന്? അത് നിർവീര്യമാക്കുന്ന വിസ്ഫോടനത്തിന്റെ വിപ്ലവാത്മകമായ പ്രഫുല്ലതയിൽ നിന്നുണ്ടാകുന്ന വിസ്ഫോടനം. അതെന്തോ സംഭവം? അത് ഈ താത്വികമായ പ്രായം ചെന്ന അപ്പച്ചന്മാർക്ക് പറയാനായിട്ട് ഗവൺമെന്റ് തന്നെ അനുവദിച്ചു കൊടുത്തേക്കുന്ന ഒരു സ്വാതന്ത്ര്യം. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. ദൈവത്തെ ഓർത്ത് നിങ്ങൾ രണ്ടുപേരും കൂടെ, വർഷം ഇത്രയായില്ലേ, ഇങ്ങനെ അടിച്ചും കളിച്ചും ജീവിക്കരുത്. സ്നേഹത്തോടെ രണ്ടുപേരും അങ്ങ് കൈ കൊടുക്കടാ. എന്നിട്ടൊന്ന് ചിരിച്ച് സ്നേഹത്തോടെ ഒന്നുകൂടെ കൈ പെട്ടെന്ന് ദീർഘ പിടിക്കാതെ. നിന്റെ മുഖത്ത് ഇപ്പോഴും അതിന്റെ വൈരാഗ്യം കിടക്കുക. ഇങ്ങനെ കൈ പിടിക്കടാ. ഇങ്ങനെ കൈ പിടിക്കുക സ്നേഹത്തോടെ. എന്നിട്ട് അത് പിന്നെ കളഞ്ഞു. ഇതിങ്ങനെ അങ്ങ് പിടിക്ക്. ആ മുണ്ടൊക്കെ താത്തിയിട്ട് മാന്യമായിട്ട് തിരിച്ചോണ്ട്. അല്ല, ഈ നമ്മളിങ്ങനെ പിടിച്ചോണ്ടിരിക്കണമെന്ന് അമ്മാവൻ എത്ര ആക്രാന്തം എന്താ? എടാ, ഈ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ട് കഴിഞ്ഞാല് 100-150 ലൈക്ക് എനിക്ക് കിട്ടത്തില്ല. അപ്പൊ അമ്മാവൻ നിങ്ങളും ഫേസ്ബുക്കാ? നിങ്ങൾ അതിനാണ് ഇങ്ങോട്ട് വന്നത്? എടാ, ഞാൻ അതിനല്ല ഇങ്ങോട്ട് വന്നത്. ഇവളെ കൂട്ടി ഒരു റീൽസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലോകം മൊത്തം വൈറലാകത്തില്ലേ? അപ്പൊ ഇത് പ്രൊഡക്റ്റിന്റെ കുഴപ്പമല്ല, കമ്പനിയുടെ കുഴപ്പമാണ്. മാനുഫാക്ചറിംഗ് ഡിഫക്ട്സ്. അച്ഛൻ ഫോൺ തന്നെ ഒന്നുകൂടെ പറഞ്ഞേ. മാനുഫാക്ചറിംഗ് ഡിഫക്ട്സ്. എന്റെ കെട്ടിയോൻ ആദ്യമായി ഒരു ക്ലൈമാക്സ് പറഞ്ഞേ. അയ്യോ, സൂപ്പർ. വെൽക്കം ബാക്ക് ടു കോമഡി മാസ്റ്റേഴ്സ്. നല്ല ഗംഭീര സ്കിറ്റ് ആയിരുന്നു. ശരിക്കേ കുറെ തമാശകൾ കേട്ടപ്പോഴേ ശരിക്കും അർത്ഥവത്തായ തമാശകളായിട്ട് എനിക്ക് തോന്നിയത്. അർത്ഥവത്തായ തമാശ ഗൂഗിൾ മാപ്പ് വഴി തെറ്റിച്ച് ലാസ്റ്റ് വൃദ്ധസ്ഥാനത്തിലെത്തി വീട്ടിൽ പോയുള്ള വഴി പറഞ്ഞു കൊടുത്തില്ലേ, അത് പറഞ്ഞപ്പോ അർത്ഥവത്തായ തമാശകളെന്ന് ഇത്ര ഉദ്ദേശിച്ചതാണ്. അല്ല, അർത്ഥവത്തായ തമാശകൾ ഞങ്ങൾക്ക് കുറച്ചുകൂടെ കാണാൻ ആഗ്രഹമുണ്ട്. അർത്ഥവത്തായ മിമിക്രിയാണ് നമ്മൾ കാണിക്കുന്നത്. ഒരു അടിപൊളി ഒരു ഗംഭീര മിമിക്രി ആർട്ടിസ്റ്റ് ആണ് വരാൻ പോണത്. ആർട്ടിസ്റ്റിന്റെ പേര് റാഷി. കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അതെ, അർത്ഥവത്തായ റാഷി. എലീന. അയ്യോ ലോലൻ, വരൂ. ഞാൻ വിചാരിച്ചു ഭയങ്കര മസിൽ കുടിച്ച് ഭയങ്കര സീരിയസ് ആയിട്ട് വന്നപ്പോഴേ. ഇല്ല, പേടിക്കണ്ട, ലുക്ക് മാത്രമേ ഉള്ളൂ. ലുക്ക് മാത്രമേ ഉള്ളൂ. മാർഷൽ ആർട്സുകാരുടെയൊക്കെ ഇതില്ലേ? ബാബു ആന്റണി. ബാബു ആന്റണി 90s ലുക്ക് ഒക്കെ. ജൂഡോ, കരാട്ടെ എന്നൊക്കെ. മാർഷൽ ആർട്സ് വല്ലതും പഠിക്കണ്ടോ? ഇല്ലില്ല,
മാർഷൽ ആർട്ട് പഠിക്കുന്നില്ല, മുടി മാത്രം വെച്ചിട്ട്. റാഷിയുടെ ഫേസ് ഭയങ്കര ഫെമിലിയർ ആണല്ലോ. യാ, ചെറുതായിട്ട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് ചെറിയായിട്ട്. നോ വണ്ടർ. ശരി, എങ്ങനെയാണ് അപ്പൊ നമ്മൾ തുടങ്ങുന്നത്? എന്താ ആരുടെ വോയിസ് എടുത്താ തുടങ്ങുന്നത്? ഈ കുറച്ച് സിനിമ താരങ്ങളും സോഷ്യൽ മീഡിയ താരങ്ങളും കായിക താരങ്ങളൊക്കെ കൂട്ടിയിട്ട് ഒരു മണാലി ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന ഒരു സംഭവമാണ്. അത് പൊളിച്ചു. അപ്പൊ അതില് ശ്രീകണ്ഠൻ നായർ സാർ തൊട്ട് റിയാസ് ഖാൻ, സഞ്ജു, അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ വരുന്നുണ്ട്. കുറച്ച് സ്പീഡായിട്ട് ഇങ്ങനെ ചെയിനായിട്ട് പോകുന്നതാണ്. അപ്പോ ശ്രമമാണ്. ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. നമ്മളെല്ലാവരും ഇന്ന് മണാലിയിലേക്കുള്ള ഒരു യാത്രയാണ്. നമ്മുടെ കൂടെ കുറച്ച് ഇന്ന് സിനിമാ താരങ്ങളും കുറച്ച് കായിക താരങ്ങളും സോഷ്യൽ മീഡിയ താരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പലർക്കും പല അഭിപ്രായമാണ് നമ്മുടെ യാത്രയെക്കുറിച്ചുള്ളത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരായി ചോദിച്ചു വരും. ആദ്യം വന്നിരിക്കുന്നത് സഞ്ജുവാണ്. ശ്രീ സഞ്ജു സാംസൺ, എന്തൊക്കെയാണ് പറയാനുള്ളത്? അല്ലാണ്ട് നമ്മൾ അങ്ങനെ നോക്കാറില്ല. ശരിക്കും പറഞ്ഞാൽ മണാലിക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് നടക്കുന്ന തന്നെ വലിയൊരു കാര്യമാണ്. പിന്നെ അവിടെ കളിക്കുമ്പോൾ വിയർക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അവിടെ ഭയങ്കര തണുപ്പാണല്ലോ. പിന്നെ അവിടെ ഒരുപാട് കളിക്കാരൊക്കെ ഉള്ളല്ലേ ഏട്ടാ. മൈഡിയർ സഞ്ജു, മണാലിയിൽ മാത്രമാണോ കളിക്കാറുള്ളത്? കേരളത്തിൽ ആർക്കും കളിക്കാൻ അറിയില്ലെന്നാണോ സഞ്ജു പറഞ്ഞു വരുന്നേ? ഇല്ല ഏട്ടാ, ഞാൻ ആ കളിയല്ലേ ഉദ്ദേശിച്ച്. സഞ്ജു, കളി ഏതോ ആവട്ടെ, എല്ലാരും കളിച്ചു വളരുക. എല്ലാരും കളിച്ചു കയറി വാ. കളിക്കാനുള്ള കപ്പയോ കൊഞ്ചോ സോറി പ്രോട്ടീൻ പൗഡറോ എല്ലാം എന്റെ ചെലവ്. എല്ലാരും കളിച്ചു കയറി വാ. അപ്പൊ ഇനി ഒരുപാട് ആൾക്കാരൊക്കെ വരാനുള്ളത്. മലയാളത്തിൽ സിനിമയിൽ നിന്ന് ഒരു യുവ നടൻ ആസിഫ് അലി വന്നിരിക്കുകയാണ്. ചോദിക്കാം, ശ്രീ ആസിഫ് അലി, എന്തൊക്കെയാണ് താങ്കൾക്ക് പറയാനുള്ളത്? ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം. എനിക്ക് എന്റെ ഏജിനോട് കളിക്കാൻ പറ്റില്ല പോയി. സോറി, ട്രിപ്പിന് വരാൻ പറ്റില്ല പോയി. പിന്നെ നീ വന്നിട്ട് അവിടെ ഒന്നും ചെയ്യാറില്ല, ഒന്ന് പോടേ. ആ ബൈജു അവിടെ ഇരിക്കും. ഓരോരുത്തരും ചോദിച്ചു വരില്ലേ, ബൈജു ഇടയ്ക്ക് സംസാരിക്കില്ലേ? ബൈജുന് സംസാരിക്കാൻ അവസരം ഞാൻ തരാം. ആസിഫ് അലി മാത്രമല്ല, മലയാളത്തിൽ നിന്ന് മറ്റൊരു യുവനടൻ ദുൽഖർ സൽമാൻ വന്നിരിക്കുകയാണ്. ചോദിക്കാം, ശ്രീ ദുൽഖർ സൽമാൻ, എന്തൊക്കെയാണ് നമ്മുടെ ഈ മണാലി ട്രിപ്പിനെ കുറിച്ച് പറയാനുള്ളത്? ഹലോ, എല്ലാവർക്കും നമസ്കാരം. മണാലി ആണെങ്കിൽ എന്റെ വാപ്പച്ച ലേറ്റസ്റ്റ് ട്രാവൽ അത് ഞാൻ സ്പോൺസർ ചെയ്യാം. സോ എന്താ പറയുന്നു, ഹാപ്പി അല്ലേ? ആ ദുൽഖർ സൽമാൻ വളരെ ഹാപ്പിയാണ്. കാരണം നമ്മളെല്ലാവരും മമ്മൂക്കയുടെ വണ്ടിയിലാണല്ലോ മണാലി ട്രിപ്പ് പോകുന്നത്. ഒരുപാട് സന്തോഷം. മലയാളികൾക്ക് അഭിമാനിക്കാൻ പറ്റുന്ന മറ്റൊരു വ്യക്തി കൂടി നമ്മുടെ ഈ യാത്രയിൽ വരുന്നുണ്ട്. അദ്ദേഹം വലിയൊരു സഞ്ചാരി കൂടിയാണ്. അദ്ദേഹത്തോട് ചോദിക്കാം, ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നമ്മൾ യാത്ര പറ്റി പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് ബഡ്ജറ്റിനെ പറ്റിയാണ്. പിന്നെയാണ് നമ്മൾ പോകാനിരിക്കുന്ന സ്ഥലങ്ങളെ പറ്റി പ്ലാൻ ചെയ്യേണ്ടത്. ഭാസ്കര, ബഡ്ജറ്റൊക്കെ എന്റെ കപ്പയോ കൊഞ്ചോ ഏവൻ കുറെ നേരം അവന്റെ കപ്പയും കൊഞ്ചോ ഒന്ന് പോടേ. ആ ബൈജു രണ്ടും കൽപ്പിച്ചാണെന്ന് തോന്നുന്നു. ബൈജു അവിടെ ഇരിക്കും. ഓരോരുത്തരും ചോദിച്ചു വരില്ലേ, ബൈജു എടുക്കാറ് സംസാരിക്കില്ലേ? ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മലയാള സിനിമയിൽ നിന്ന് മാത്രമല്ല കുറച്ച് സോഷ്യൽ മീഡിയ താരങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ ആദ്യം വന്നിരിക്കുന്നത് കേരളത്തിൽ എല്ലാവർക്കും സുപരിചിതമായ ഒരു ചാനലാണ് M4Tech. അതിൽ ജിയോ മച്ചനാണ് വന്നിരിക്കുന്നത്. ചോദിക്കാം, ശ്രീ ജിയോ മച്ചൻ, എന്തൊക്കെയാണ് നമ്മുടെ ഈ ട്രിപ്പിനെ കുറിച്ച് പറയാനുള്ളത്? ഹായ് മച്ചന്മാരിലേക്ക്, M4Techലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നും മമ്മൂക്കയുടെ വണ്ടിയാണ് പോകുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. ഓക്കെ, കേരളത്തിൽ എല്ലാവർക്കും സുപരിചിതമായ മറ്റൊരു ചാനലാണ് ഫിറോസ് ചുറ്റിപ്പാറ. നമ്മുടെ വില്ലേജ് ഫുഡ് ബ്ലോഗറായ ഫിറോസ് ഭായ് വന്നിട്ടുണ്ട്. ചോദിക്കാം, ഫിറോസ് ഭായ്, താങ്കൾക്ക് എന്താണ് ഇതിനെ പറ്റി പറയാനുള്ളത്? എങ്ങനെയാണ് ഫുഡ് പ്രിപ്പറേഷൻ ഒക്കെ? ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ നമുക്ക് വേണ്ടി ട്രാവൽ സ്പോൺസർ ചെയ്യാം. മമ്മൂക്കോട് നമ്മൾ ഒട്ടകം കുറിച്ച് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഫിറോസ് ഭായ്. കാരണം മമ്മൂക്ക പോലൊരു വ്യക്തിക്ക് ഒട്ടകം നമ്മൾ മുഖേന കിട്ടുമല്ലോ, അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഇവർ രണ്ടുപേരും മാത്രമല്ല, എല്ലാവർക്കും സുപരിചിതമായ മറ്റൊരു വ്യക്തി കൂടി നമ്മുടെ യാത്രയിലുണ്ട്. അദ്ദേഹത്തിന്റെ പേര് സന്തോഷ് വർക്കി. ആറാട്ടൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുള്ളൂ. ഓക്കെ, ആറാട്ടൻ പറയും, എന്തൊക്കെയാണ് താങ്കൾക്ക് ഇതിനെ പറ്റി പറയാനുള്ളത്? നിത്യാമേനുണ്ടോ? പഞ്ചുവാരിയുണ്ടോ? ചൗബിനുണ്ടോ? ചൗബിനുണ്ട്. ഇപ്പൊ ഞാൻ പറ്റില്ല, ചൗബിനെടുക്കുന്ന ജാടയാണ്. ഞാൻ പറയാൻ വിട്ടുപോയി. മലയാള സിനിമയിൽ നിന്ന് ഒരു സൂപ്പർ സ്റ്റാറാണ് വന്നിരിക്കുന്നത്, ജയറാമിന് എന്തൊക്കെയാണ് പറയേണ്ടത്? നമുക്ക് കേട്ടു നോക്കാം. ജയറാമിന് എന്തൊക്കെയാണ് പറയാനുള്ളത്? അയ്യോ, എല്ലാവർക്കും നമസ്കാരം. വല്ല പട്ടിയോ പൂച്ചായിരുന്നു കൊണ്ട് കളയായിരുന്നു. ആറാട്ടണനായി പോയില്ലേ? ഇരിക്കട്ടെന്നേ, നമുക്ക് വല്ലതും മിണ്ടി പറഞ്ഞൊക്കെ പോവാന്നേ. ജയറാമിന്റെ സൂപ്പറാണ്. അയ്യോ, ചിരിക്കണ കണ്ടില്ലേ ശവം. ഓക്കെ, ബൈജു കുറെ നേരം ടെൻഷനിലാണല്ലോ. ബൈജു, താങ്കൾക്ക് എന്താണ് കുറെ നേരമായി എന്തോ പറയാനിരിക്കുകയാണെന്ന് തോന്നുന്നു. പിന്നെ നമ്മളെ വണ്ടി ചെറുതായിട്ടൊന്നും തട്ടി. വണ്ടി തട്ടിയെന്നാണ് ബൈജു പറയുന്നത്. അതിനെപ്പറ്റി M4Tech എന്തോ ബ്ലോഗ് എടുക്കുകയാണ്. അപ്പൊ മച്ചാമാരെ, നമ്മളെ വണ്ടി തട്ടിയിരിക്കുകയാണ്, നമുക്കിന്ന് പോകാൻ പറ്റും തോന്നില്ല മച്ചാമാരെ. അയ്യോ, നിന്റെ കരിനാക്ക് വളച്ചൊന്നും പറയലടാ പട്ടി. ഓക്കെ, എന്തൊക്കെയായാലും ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി നിങ്ങളോട്. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കേരളത്തിലേക്ക് ശ്രീ ബോബി ചെമ്മണ്ണൂർ മറഡോണയെ കൊണ്ടുവന്നുവാണെങ്കിൽ ഇപ്രാവശ്യം സാക്ഷാൽ മെസ്സി വരെ നമ്മുടെ യാത്രയിലുണ്ട്. മെസ്സിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. മെസ്സിയോട് ചോദിക്കാം, മെസ്സിയുടെ ഭാഷത്തിന് എന്തെങ്കിലും പറയട്ടെ. La verdad que sí, que lindo, Sarbole, Samolino para Bolo, para equipo, para gente y... ഓക്കെ, മെസ്സി എന്തൊക്കെ പറഞ്ഞു? മെസ്സിയോട് മാത്രം ചോദിക്കേണ്ടി വരും. കാരണം പ്രത്യേകിച്ച് മലയാളിക്കൊന്നും മനസ്സിലായി കാണില്ല. മെസ്സിയുടെ പുറകെ കുറെ നേരമേ സന്തോഷ് വർക്കി എന്തോ പറയുകയാണല്ലോ. ആറാട്ടണ്ണൻ, മെസ്സി സൂപ്പറാണോ? മെസ്സിയുടെ വലിയ ഫാനാ ഞാൻ. ഒരു സെൽഫി എടുത്തോട്ടെ. അത് പക്ഷേ മെസ്സി കൊടുക്കുന്നത് ജാടയാണ്. മെസ്സിയുടെ കയ്യിൽ നിന്ന് ആറാട്ടന് വാരം നിർത്തി കിട്ടിയെന്ന് തോന്നുന്നു. ഓക്കെ, കുഴപ്പമില്ല. എന്തൊക്കെയായാലും സമയത്തിന്റെ പരിമിതി കൊണ്ടും എന്തൊക്കെയായാലും ഞാൻ നിർത്തിയാണ്. കാരണം എനിക്ക് രാവിലെ മോർണിംഗ് ഷോ വായിക്കാനുള്ളതാണ്. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് എന്തായാലും അടുത്ത ദിവസം കാണാം. ഓക്കെ, താങ്ക് യു, ഗുഡ് ബൈ.
സൂപ്പർ സൂപ്പർ സൂപ്പർ. താങ്ക് യു. കിഡിലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. എത്ര പേരുടെ വോയിസ് ആണ് ഒറ്റ സ്ട്രെച്ചില് ചെയ്തേന്നുള്ളത്. അതും നമുക്ക് ഇന്ന ആളാണോ എന്നുള്ള ഒരു ഫീലിംഗ് പോലും വരുത്തിയില്ല അല്ലെ. എല്ലാം ഗംഭീര വോയിസുകളായിരുന്നു. എന്ത് പറയുന്നു ശ്വേത? നല്ല ഫാസ്റ്റ് ആയിരുന്നു. ഫാസ്റ്റ്. അതൊരു കഥ പോലെ എത്ര ആൾക്കാരുണ്ടായിരുന്നു എന്ന് എണ്ണീട്ടും ഇല്ല. ബിക്കോസ് അത് അത്ര നന്നായിട്ട് ചെയ്തിട്ടുണ്ട് മൂപ്പര്. ഭയങ്കര നമ്മളും ഇങ്ങനെ കണക്റ്റഡ് ആയി. പ്രതീക്ഷിക്കാത്ത കുറെ പുതിയ ആൾക്കാരുടെ ശബ്ദവും കേൾക്കാൻ സാധിച്ചു. ഇതുപോലെ വളരെയധികം വൈറലായിട്ടുള്ള നമുക്കധികം ഇഷ്ടമുള്ള ഒത്തിരി സോഷ്യൽ മീഡിയ താരങ്ങളുടെ ഒക്കെ കേൾക്കാൻ സാധിച്ചു കേട്ടോ. അതൊക്കെ ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നി. അടിപൊളി. സൂപ്പർ. എന്താ ചെയ്യുന്നത് ശരിക്കും? എന്നാ ചെയ്യുന്നേ? ശരിക്കും ഞാൻ ചെറിയൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്. അപ്പൊ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ എഡിറ്റർ ആണ്. അപ്പൊ എഡിറ്റിംഗ് വർക്കും ചെയ്യുന്നുണ്ട്. സ്ഥലം എവിടെയാ? സ്ഥലം കാസർഗോഡാണ്. കാസർഗോഡ്. കുറെ നേരമല്ലോ ഒന്ന് കണ്ടിട്ടില്ലല്ലോ. ഇല്ല, ഞാൻ നീ മിണ്ടെന്നാണ് പറഞ്ഞ. ഞാൻ വെച്ച് നീ വേറെ എടി വന്നു, അതുകൊണ്ട് ഞാൻ മിണ്ടാതെ. ഇല്ല, ഞാൻ കണ്ടിന് ചെറുങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടായി. പിന്നെ ഞാൻ കാസർഗോഡ് ഏടാ? കാസർഗോഡ് മൊഗ്രാൽ അറിയോ? യാല്ല, ഞാൻ എന്റെ അപ്പുറത്ത് പെരുമ്പിയേരി നായമാർമലയെന്നുള്ളിലേക്ക് പോയില്ലേ, ആടന്റെ വീട്. അപ്പൊ അങ്ങനത്തെ കഥ. എന്തിന്റെ ബിസി നീ ചെല്ലറോ? നീ ഇവിടെ വന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ വന്നപ്പോ ഞാൻ പറഞ്ഞേ നല്ല രസാ കാണാന്ന് ഞാൻ ഫസ്റ്റ് റാഷി എൻട്രി ചെയ്തപ്പോ ഇവിടെ ആഹാ സൂപ്പർ. കാസർഗോഡ് കണ്ടപ്പോ മനസ്സിലാവുന്നല്ല. നിങ്ങൾ ഇത്ര അടുത്തുണ്ടായിട്ട് ഇപ്പോഴാണോ കാണുന്നേ? അറിഞ്ഞിട്ടാ കാസർഗോഡ് ആളെന്ന് അറിഞ്ഞിട്ടാ ലുക്ക് കണ്ടിട്ട്. ആണോ? അല്ല, സാധാരണ കാസർഗോഡ് ആമ്പിള്ളരും പെമ്പിള്ളരും ഞാൻ മുഞ്ചാണ്. നല്ല പാങ്ങ കാണാൻ വേണ്ടിട്ട്. അപ്പൊ ഇവൻ വന്നപ്പോ ഞാൻ പറഞ്ഞ അഖിലേട്ടന്റെ അടുത്ത് നല്ല പാങ്ങുണ്ട്. നല്ല പാകമാണ് കാണാൻ. ആരല്ലടാ പൊരയിലില്ലേ? പൊരയില് ഉമ്മ ഉപ്പ വീട്ടില്, പിന്നെ 3 അനിയന്മാർ, 1 അനിയത്തി, പിന്നെ വൈഫ്. കുഞ്ഞു മംഗലം കഴിച്ചോ? എന്റെ ഇത്ര നേരം പ്ലോട്ട് ചെയ്തത് വെറുതെ മംഗലം കഴിച്ചിന്. പിന്നെ ഇപ്പൊ എത്ര വർഷമായി നിങ്ങൾ കല്യാണം കഴിഞ്ഞു? ഇപ്പൊ 2 വർഷമായി. എന്റെ പേരെന്താ? ഭാര്യയുടെ പേര് നഫീസ. നഫീസ. അപ്പൊ എന്തായാലും നഫീസേനോട് ഞങ്ങളുടെ എല്ലാവരുടെ അന്വേഷണം പറയും. ഇവിടെ കൊണ്ടുവരായിരുന്നു നഫീസേനെ കൂടെ. നഫീസ ശ്രീവിദ്യയുടെ ഇടയ്ക്കൊക്കെ ഭയങ്കര ഫാനാണ്. അത് ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. പ്രത്യേക അന്വേഷണം ചേച്ചിയുടെ ഫാനാണ്, ഞാൻ പറഞ്ഞല്ലോ. ഒരു കുഴപ്പമില്ല. നഫീസക്ക് നമ്മൾ എല്ലാരും ഹായ് കൊടുത്തായിരുന്നു. നഫീസ അല്ല, നിങ്ങൾ ആരെങ്കിലും വേറെ ശ്രദ്ധിച്ചോ? നഫീസ ശ്രീവിദ്യയുടെ വലിയ ഫാനാണെന്ന് ഇപ്പൊ ഡയാന. ആ നഫീസയുടെ അന്വേഷണം പറഞ്ഞേക്കണേ. സുഖാണോ? സുഖല്ലേ? ഇവരെ പരിചയം ഉണ്ടെങ്കിലേ ഇവര് തമ്മിൽ പരിചയമുണ്ട്. ഞാൻ കൊണ്ടുവന്നതല്ല, വന്നപ്പോ പറഞ്ഞത്. ഓൾറൈറ്റ്, ലണ്ടൻ ക്ലാസിക് നൽകുന്ന ഒരു അടിപൊളി സമ്മാനമാണ്. നീ അടുത്ത വലിയ പാങ്ങായിട്ട് മജ്ജയാക്കിട്ട് പേരണ പേര് ബായി പൊളിന്നിട്ട് നോക്കണം. ബായി പൊളിയാനോ? നിന്റെ ഓളെ കൊണ്ടുവരണം. ഒറ്റക്ക് വന്നാ പോരാ, അത്ര ദൂരം വരുന്നല്ലേ. എല്ലാരോടും ചോദിച്ചു പറയണേ. ഇനി വയസ്സോ സീരിയസ് കോമഡി ഞങ്ങൾക്ക് ആ കവറിലിട്ട് ശ്രീവിദ്യ കൂടെ കൊടുത്തു. കല്യാണം കഴിഞ്ഞ് പോയിട്ടേ ഇപ്പൊ അമേരിക്കയിലും ഇന്ത്യയിലും പോലും ഒന്ന് കാസർഗോഡ് ഒന്ന് ഹണിമൂൺ കഴിഞ്ഞോന്നില്ലെങ്കിൽ അതെന്താന്നറിയോ? ഞങ്ങള് കാസർഗോഡുകാർക്ക് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ബേക്കൽ ഫോർട്ടി പോണെന്ന് നിർബന്ധം. അതാണ് ചോദിച്ചില്ല. സിഗ്നേച്ചർ ആണല്ലോ. പ്രിയ പ്രേക്ഷകരെ, അങ്ങനെ നമ്മുടെ സ്കിറ്റ് കഴിഞ്ഞു, പെർഫോമൻസ് കഴിഞ്ഞു, തമാശകൾ കഴിഞ്ഞു. ശരി, അപ്പൊ എന്തായാലും ശ്വേതാജി ആസ് യൂഷ്വൽ മികച്ച കൗണ്ടർ, മികച്ച ചളിയുണ്ട്. നമുക്ക് ആദ്യം തന്നെ മികച്ച കൗണ്ടറിലേക്ക് പോവാം. ഏത് വ്യക്തിക്കാണ് മികച്ച കൗണ്ടർ ലഭിച്ചിരിക്കുന്നത്? എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത ആളാണോ? ഇഷ്ടമില്ലാത്ത ആളല്ല, ഞാൻ ഭയങ്കര അപ്സെറ്റ് ആണോ? ഭയങ്കര അപ്സെറ്റ് ആണ്. ശ്രീവിദ്യക്കാണോ അവാർഡ് കൊടുക്കാൻ? അല്ല അല്ലേ, ഇത് നല്ല കൗണ്ടർ എന്ന് പറഞ്ഞാൽ നല്ല കൗണ്ടറാണ്. പക്ഷേ അത് ഏതാന്ന് അറിയുമ്പോഴാണോ സങ്കടം? അതെ. ശരി, നമുക്ക് ഏതാണെന്ന് കണ്ടുനോക്കിയാലോ? പ്രേക്ഷകർ നോക്കട്ടെ. എല്ലാ ആഹാരത്തിലും നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് കറിവേപ്പില. ഇവിടെ നോബി മാർക്കോസ് കറിവേപ്പില അതിലോട്ട് എല്ലാ ആഹാരത്തിനും ടേസ്റ്റ് ഉണ്ടാവണോ? നോബി എന്നിട്ട് ലാസ്റ്റ് ഡൈനിങ് ടേബിളിന്റെ മൂല എടുത്ത് ഇടാനല്ലേ? എന്നിട്ട് നേരെ ഈ കടുവ ഇതും കൂടി ഇട്ട് ഒന്ന് വരണ്ട് വരുമ്പോഴത്തേക്കും അതിലേക്ക് വരണ്ട് വരുമ്പോഴത്തേക്കും ഇതെല്ലാം തെറ്റിക്കാൻ വേണ്ടി ഒരു വിധത്തിലാണ് ഇത് വരണ്ട് വരുമ്പോഴത്തേക്കും മാമി മെസ്സേജ് മാമന്റെ നമ്പർ ഇട്ട് മാമി ഞാനും മാമനും കല്യാണം കഴിച്ചില്ല, സ്റ്റിൽ ബാച്ചിലേഴ്സ്. ഓക്കെ, മാമംഗലത്ത് മിയ എന്ന് വിളിക്കുന്ന എന്റെ സ്വന്തം ശ്വേതച്ച്. വെറുതെ മിയയുടെ കൂടെ ഇരിക്കണ്ട കിട്ടണ്ട.
അതാ വീണ്ടും മതി 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 കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ല. മര്യാദക്ക് മാമി എന്ന് പറയാതെ ചേച്ചി എന്ന് പറഞ്ഞോടായിരുന്നാ എനിക്ക് കിട്ടൂലായിരുന്നാ. ചൊവ്വേ കിടന്നേനെ ഞാൻ ഇവിടം വരെ എത്തിച്ചു. വീണ്ടും ഒന്ന് ശുക്രനിലേക്ക് പോയല്ലേ. ഏയ് ശുക്ര, നശിപ്പിച്ച നീയാണ്. ഞാനാണ്. കൃഷ്ണ, നമുക്ക് അടുത്തതേക്ക് നോക്കാം. ഇന്നത്തെ എപ്പിസോഡിൽ ചളി വാരി കൊടുത്തത് ആരാണ് രാധേ? ആരുമല്ല. എന്താണ് ഈ പറയുന്നത് രാധേ? അതെ, ഞാൻ ഭയങ്കര ഷോക്കായി പോയി. ബിക്കോസ് എനിക്ക് തോന്നുന്നു ഇയാളുടെ ഈ കൗണ്ടർ കേട്ടപ്പോ ഞാൻ ഒരു ചളിയും കേട്ടില്ല. അതാണ് ഈ എപ്പിസോഡിൽ ഒരുപാട് കൗണ്ടേഴ്സ് ഉണ്ടായിരുന്നു, പക്ഷെ ചളി ഒന്നും ഉണ്ടായിരുന്നു. പെർഫെക്റ്റ്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ വേറൊരു കേസുണ്ട്. ഈ ചെളി കൗണ്ടറിന്റെ അടുത്തൊരു 3 സെക്യൂരിറ്റി വെക്കണം, അല്ലെങ്കിൽ അത് മോഷണം പോകാൻ സാധ്യതയുണ്ട്. ഇല്ല, ഇത് കസ്റ്റഡി നമ്മൾ സേഫ് ആക്കി തരാം. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഇത് വെച്ചിരിക്കുന്നത്. അത് ഇവിടുന്ന് കാസർഗോഡ് വഴി മംഗളൂരു മംഗലാപുരത്ത് പോയാൽ ഇല്ല, ഇത് ലോക്ക്. എനിക്ക് എന്താ പറ്റിപ്പോയെന്നറിയോ, ഒരുപാട് പഠിക്കുന്ന കുട്ടികളെ ടീച്ചേഴ്സും എല്ലാരും കൂടെ ഓവർ എക്സ്പെക്ടേഷൻ കൊടുത്തിട്ട് സ്ഥാനം പോയില്ലേ, അതാണ് എനിക്ക്. ഞങ്ങൾ ഇവിടെ ഓവറായിട്ട് നിന്നിൽ നിന്ന് ചളി പ്രതീക്ഷിച്ചു. അതിലെനിക്ക് ഇനി ചെയ്യില്ല. ഡോൺ വരി ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം കേട്ടോ. അടുത്ത എപ്പിസോഡ് ശ്രീവിദ്യ അടിപൊളിയായിട്ട് തിരിച്ചു വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ബൈ സോ സീരിയസ് കോമഡി മാസ്റ്റേഴ്സ് ഫുൾ ഓൺ ഫയർ.